ഹലോ ഫ്രണ്ട്സ്, ഇന്നെനിക്ക് കുറച്ച് ശംഖുപുഷ്പം പൂക്കളൊക്കെ കിട്ടിയേ. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി. കുറച്ച് നാളായിട്ട് ഈ പൂക്കൾക്ക് വേണ്ടി ശ്രമിക്കുകയായിരുന്നു. മോനെയും കൊണ്ട് സ്കൂളിലോട്ടൊക്കെ പോകുന്ന വഴി ഒരു കുഞ്ഞു ചെടിയുണ്ട്. അതിൽ 2-3 പൂക്കളൊക്കെ നിൽക്കും. ഞാനിത് പറിച്ചുകൊണ്ട് വരും. അങ്ങനെ അത് ഉണക്കി വെച്ചിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ, പൊടിക്കാനായിട്ടുള്ളതൊന്നും ഇല്ല. അപ്പോൾ മോൻ്റെ സ്കൂളിലെ ടീച്ചറിൻ്റെ വീട്ടിലുണ്ട്. ഇടയ്ക്ക് വെച്ച് എന്നെ വിളിച്ചായിരുന്നേ, കുറച്ച് പൂക്കളൊക്കെ നിൽക്കുന്നു, വേണമെങ്കിൽ തരാമെന്ന്. ഞാൻ ഈ സ്റ്റാറ്റസൊക്കെ ഇടുന്നത് ടീച്ചർ കാണാറുണ്ട്. അപ്പോൾ അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഈ ടീച്ചർ വീണ്ടും വിളിച്ചു, കുറച്ച് പൂക്കളൊക്കെ നിൽപ്പുണ്ടെന്ന്. അങ്ങനെ ഞാൻ വന്നതാണ്. ഇതാണ് ടീച്ചറിൻ്റെ വീട്. ടീച്ചർ കുറേ പച്ചക്കറികളൊക്കെ വെച്ചിട്ടുണ്ട്. വഴുതനങ്ങയും പിന്നെ ചീര ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് മുല്ലയുണ്ട്. കുടമുല്ലയെ ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് പൂത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ടീച്ചറിൻ്റെ വീട്ടിൻ്റെ പുറകിലുള്ള പറമ്പിലാണ് ഈ ശംഖുപുഷ്പം. അതിങ്ങനെ പടർന്ന് കിടക്കുകയായിരുന്നു, നീലയും വെള്ളയും കൂടിയായിട്ട്. ഞാനിങ്ങനെ കുറേ പറിച്ച് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത്. ആദ്യം ഇങ്ങനെ ചെടിയിൽ നിൽക്കുന്ന കണ്ടപ്പോൾ തന്നെ സന്തോഷമായി. കാരണം ഒരു പൂവിന് വേണ്ടി നമ്മളിങ്ങനെ തിരഞ്ഞ് നടക്കുന്നതല്ലേ. അപ്പോൾ ആ പറമ്പ് മുഴുവൻ ഇങ്ങനെ നീല കളറിൽ പൂക്കളായിരുന്നു. അങ്ങനെ ടീച്ചറും കൂടി സഹായിച്ചു. അങ്ങനെ ഒരുപാട് പറിച്ചെടുത്തു. വെള്ള ശംഖുപുഷ്പം ഉണ്ടായിരുന്നു. ഇനി ഇതുപോലെ നാളെയും അതുപോലെ അടുത്ത ദിവസങ്ങളിലൊക്കെ വന്നാൽ കിട്ടും. പിന്നെ ടീച്ചർ വിളിച്ചപ്പോൾ ഞാൻ വന്നു. പിന്നെ എനിക്ക് എപ്പോഴും ഇങ്ങനെ ചോദിക്കാനൊക്കെ ഒരു മടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ. നമ്മളിപ്പോൾ പറിക്കാൻ വരണമെങ്കിൽ ടീച്ചറിനെ വിളിക്കണമല്ലോ. പിന്നെ ഇത്രയും കിട്ടിയത് തന്നെ വലിയ കാര്യമെന്ന് കരുതി അങ്ങനെ ഇതാ പറിച്ചെടുത്തു. പിന്നെ കുറച്ച് തുളസിയും കൂടി നിൽപ്പുണ്ടായിരുന്നേ. അപ്പോൾ തുളസിയും ഇപ്പോൾ എനിക്ക് വീട്ടിൽ അധികമൊന്നല്ല, ഒട്ടുമില്ല. അപ്പോൾ ഈ ആയുർവേദിക് സോപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എവിടെന്നെങ്കിലുമൊക്കെ ചോദിച്ചൊക്കെയാണ് വാങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ തൈയൊന്ന് പറിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ടീച്ചർ ശ്രമിച്ചേ. പക്ഷേ ഇതിൻ്റെ വേര് നല്ല ബലമുള്ളതാണ്. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പിഴുതെടുത്താലൊന്നും കിട്ടില്ല. പിന്നെ കുഞ്ഞു ചെടിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. അതാ ടീച്ചർ അവിടെയൊക്കെ ടീച്ചറിൻ്റെ വീടിൻ്റെ ചുറ്റും നോക്കുന്നുണ്ട്, ഒരു തൈയെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോൾ ടീച്ചർ പറയായിരുന്നു എപ്പോഴും ഒരുപാട് തൈകൾ ഇങ്ങനെ പൊടിച്ച് നിൽക്കുന്നതാണ്. ഇപ്പോൾ ആവശ്യത്തിന് നോക്കിയപ്പോൾ കാണാനില്ലെന്ന്. പിന്നെ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ വരുന്ന വഴിയാണ് ഇതുവഴിയാണ് ഞാൻ മോനെ കൊണ്ട് സ്കൂളിലൊക്കെ പോകുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന വഴിക്ക് 2 ചെടിയുണ്ട്. ഒന്ന് നീല ശംഖുപുഷ്പവും ഒന്ന് വെള്ളയും. അപ്പോൾ യാദൃശ്ചികമായിട്ടാണ് ഈ ചെടി കണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയല്ലേ. അപ്പോൾ മോനെ രാവിലെയും വൈകുന്നേരമൊക്കെ കൊണ്ടാക്കിയിട്ട് വരുമ്പോൾ 1-2 പൂക്കളൊക്കെ കിട്ടും. പിന്നെ ഇടയ്ക്ക് വെച്ച് നോക്കിയപ്പോൾ ആ ചെടി കാണാനില്ല. പിന്നെ ഈ കോർപ്പറേഷൻകാർ റോഡൊക്കെ വൃത്തിയാക്കില്ലേ, അപ്പോൾ അതൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഈ വെള്ള ശംഖുപുഷ്പവും പോയി. പിന്നെ ഇപ്പം മോനെയും കൊണ്ട് അങ്ങനെ വരാത്തത് കൊണ്ട് ഇപ്പോൾ പൂവൊന്നും കിട്ടാറില്ല. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയേ. ഈ വീടിൻ്റെ ബാക്കിലായിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഈ കയറ്റം ഒന്ന് കയറി വേണം വീട്ടിലെത്താൻ. അപ്പോൾ ഞാൻ ഈ കയറി വരുന്നത് കണ്ടപ്പോൾ മോൻ ഓടി വരെയാണ്. പിന്നെ എന്തെങ്കിലും വാങ്ങിച്ചോ എന്നൊക്കെ നോക്കിയപ്പം കയ്യിൽ പൂക്കളാണുള്ളത്. അപ്പോൾ തിരിച്ച് കയറി. പിന്നെ ഈ ശംഖുപുഷ്പത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒരു ശംഖുപുഷ്പത്തിൻ്റെ ചെടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരുവിധം വള്ളികളൊക്കെ വന്നു. അപ്പം അവ അവിടെ പോയി നിൽക്കുകയാണ് ആ ചെടിയുടെ അടുത്ത്. അപ്പോൾ ഈ ചെടിയൊക്കെ വള്ളികളൊക്കെ വന്നപ്പോഴേ ഞാൻ ഈ ഒരു നെറ്റ് പോലെയുള്ള സംഭവം അവിടെ ഇങ്ങനെ കെട്ടിക്കൊടുത്തു. അപ്പോൾ ഇങ്ങനെ പടർന്ന് കയറുമല്ലോ. ഞാൻ പണ്ട് പയറൊക്കെ നട്ടപ്പോൾ ഇതാണ് കെട്ടിയിരുന്നത്. അപ്പോൾ ഇതിലോട്ടൊക്കെ വള്ളികളായിട്ട് ഇങ്ങനെ കയറും. ഇനി അടുപ്പിച്ച് 3-4 പൂക്കളൊക്കെ കിട്ടുമ്പോൾ നല്ലതായിരിക്കും. പിന്നെ ഞാൻ വീട്ടിലോട്ട് കയറിയിട്ട് ഇനി ആ പൂക്കളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ ഇത്രയെങ്കിലും കിട്ടിയല്ലോ എന്നൊരു സമാധാനമായിരുന്നു. പക്ഷേ ഇനി ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ ഒട്ടും കാണില്ല. എന്നാലും പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കളക്ട് ചെയ്ത് വയ്ക്കാം. ഒരുവിധം ആവുമ്പോഴേ നമുക്ക് പൊടിക്കാം. ഇങ്ങനെയാണ് ചെമ്പരത്തി പൂവ് ഞാൻ പൊടിച്ചെടുത്തത്. കിട്ടുന്നതൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഒരുമിച്ച് ഒരു ജാറിൽ കൊള്ളുന്നതായപ്പോൾ പൊടിച്ചെടുത്തു. ഒരു ചെടി കിട്ടിയായിരുന്നു. ടീച്ചറിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ റോഡ് സൈഡിലായിട്ട് ഒരു ശംഖുപുഷ്പത്തിന് തൈ കൂടി കിട്ടി. അപ്പോൾ ഇത് ഞാനിപ്പം നിൽക്കുന്ന ചെടിയുടെ അടുത്തായിട്ട് നട്ടുവയ്ക്കാം. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് അങ്ങ് പടർന്ന് കയറിക്കോളും. പിന്നെ കുറച്ച് തുളസിയില കൂടെ കിട്ടിയെന്ന് പറഞ്ഞില്ലേ, ഇത്രയാണ് കിട്ടിയത്. ഇനി അതൊരു കവറിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ എനിക്ക് കറ്റാർവാഴയുടെ സോപ്പും ആയുർവേദിക് സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോഴേ അതിൽ ചേർക്കാമല്ലോ. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. പിന്നെ വീഡിയോ എടുത്തപ്പോൾ അത് വെറുതെ ഡിലീറ്റ് ചെയ്യേണ്ടെന്ന് കരുതിയിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാറില്ല. ഒരു ലിപ് ബാം ഉണ്ടാക്കുന്ന വീഡിയോ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിരുന്നല്ലോ. പിന്നീട് ലോങ് വീഡിയോ ഇടാമെന്ന് കരുതി. ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ആ വീഡിയോ കാണാനില്ല, ഡിലീറ്റായി പോയെന്ന് തോന്നി. അത് ഞാൻ ചെയ്ത് നോക്കിയതാണ്. ഒരു 3 ലിപ് ബാം ഉണ്ടാക്കി. ഇനി ഞാൻ അളവൊക്കെ കറക്റ്റ് കാണിച്ചേ പിന്നീട് ഒരു ദിവസം ഇടാം. അപ്പോൾ ഇത്രയും പൂക്കളാണ് കിട്ടിയത്. പിന്നെ ഇത്രയും തുളസിയിലയും. നമുക്കിത് പൊടിച്ച് പൗഡറാക്കി കഴിഞ്ഞാൽ നമുക്ക് ജെല്ലുണ്ടാക്കാം. ശംഖുപുഷ്പത്തിൻ്റെ ജെല്ലുണ്ടാക്കാം, ഫേസ് വാഷ്, പിന്നെ അതുപോലെ സോപ്പ്. ഇതൊക്കെ ഈ പൊടിയിലുണ്ടാക്കുമ്പോൾ നല്ല ഉറപ്പ് കാണും. പിന്നെ ഈ ഫേസ് വാഷും ജെല്ലൊക്കെ ഈ പൊടി ഉപയോഗിച്ചുണ്ടാക്കുമ്പോഴേ നമുക്കത് ലാസ്റ്റ് ചെയ്യുള്ളൂ. പിന്നെ അതുപോലെ ഫേസ് ക്രീം ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും ഞാനിത് സോപ്പിന് വേണ്ടി ഉപയോഗിക്കണമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇത് പൊടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഫേസ് വാഷും അതുപോലെ ജെല്ലൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അതുപോലെ ടീച്ചറിൻ്റെ വീട്ടിൽ 2-3 കുടമുല്ലപ്പൂ താഴെ വീണ് കിടപ്പുണ്ടായിരുന്നേ. ഞാനതൊരു 3 പെറുക്കിയെടുത്തു. അപ്പോൾ അത് ഞാൻ മോക്ക് കൊടുത്തതാണ്.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.